അങ്കിളെ അങ്കിൾ എന്താ അങ്കിളീ ചെയ്യുന്നേ? മനസ്സിലായില്ലേ? പാറ്റയെ കൊല്ലുന്നു. എന്താ ചിരിക്കുന്നേ? ഒന്നുമില്ല, അങ്കിള് വലിയ പൈലറ്റാന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ പാറ്റേനെ കൊല്ലണ കാണുമ്പോ പാറ്റയെ കൊല്ലാൻ പിന്നെ ചെരുപ്പല്ലാതെ പിന്നെ പാറ്റനെ വെച്ച് വെടി വെച്ച് കൊല്ലാൻ പറ്റുമോ? അതൊക്കെ ശരിയാ അങ്കിളെ. എന്നാലും അങ്കിളിനെ പരിചയപ്പെടാൻ പറ്റില്ല, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് അത്ര ഭയങ്കര സന്തോഷമൊന്നും അല്ല. അതെന്താ അങ്കിൾ അങ്ങനെ പറയുന്നേ? എനിക്കില്ലേ അങ്കിളെ, ഇങ്ങോട്ട് നോക്ക് അങ്കിളെ. പറ. എനിക്കില്ലേ അങ്കിളിനെ പോലെ വലിയൊരു പൈലറ്റ് ആവണമെന്ന് ആഗ്രഹം. എന്നിട്ടെന്താ കൊറേ നാടൊക്കെ ഇങ്ങനെ ചുറ്റി കാണണം. എന്റെ കൊച്ചെ പൈലറ്റ് ആവണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടാണ് കൊച്ചിനെ നോക്കാനെന്ന് പറഞ്ഞ് ഇവിടെ ജോലിക്ക് നിൽക്കുന്നത്. എന്റെ അങ്കിളെ, എന്റെ അമ്മയ്ക്ക് വയ്യാതിരിക്കല്ലേ, അതുകൊണ്ടാ ഞാൻ വന്ന്. എന്ന് വെച്ചിട്ട് ക്ലാസ്സിൽ പോണം എന്നാലേ പൈലറ്റ് ആവാൻ പറ്റൂ. പൈലറ്റ് ആവണമെന്ന് ആഗ്രഹമുള്ളവർ അങ്ങനെയൊക്കെയാണ്. ഞാൻ നോട്ടൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ബെസ്റ്റ്. നോട്ട് വാങ്ങി വായിച്ചിട്ട് ഒരു കാര്യവുമില്ല. ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം. പ്രാക്ടിക്കൽ അവിടെ ഇല്ലേ നടക്കുന്നത്. അങ്കിളെ ചായതാ. ഇതാർക്ക്? അങ്കിളിന് നേരെയല്ലേ ഞാൻ നീട്ടിയത്. എനിക്ക് നേരെ നീട്ടിത്തരാൻ എന്റെ ഭാര്യ അവിടെ ഉണ്ട്. അവളവിടെ ഇല്ലേ? ആന്റി വരില്ല, ആന്റിക്ക് അവിടെ പിടിപ്പത്ത് പണിയുണ്ട്. അങ്ങോട്ട് വെച്ചേരാ. എങ്ങോട്ടപ്പ വെക്കണ്ടേ? എങ്ങോട്ടെങ്കിലും ഒന്ന് വച്ചാ മതി. ഇവിടെ വെക്കുണ്ട്, ഇത് തട്ടിയിടരുത്. ചെരുപ്പ് കൊണ്ട് പാറ്റേനെ തട്ടിയിട്ട്. എന്തൊക്കെ കലക്കി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ആർക്കറിയാം. അങ്കിൾ എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല, എടുത്ത് കുടിച്ചോളാന്ന് പറഞ്ഞതാ. ശരി എന്നാ. അങ്കിളെ, അങ്കിള് പൈലറ്റ് ആയിരുന്നു എന്നല്ലേ പറഞ്ഞേ? അതെ. എനിക്കൊരു സംശയം. മനസ്സിലായി. ഈ മഴയത്ത് കൂടെ എങ്ങനെ വിമാനം ഓടിക്കും എന്നറിയാനായിരിക്കും. അല്ല, കാർമേഘങ്ങൾക്കിടയിലൂടെ എങ്ങനെ വിമാനം ഓടിക്കും എന്നറിയാനായിരിക്കും. അതുമല്ല. പിന്നെ എന്റെ സാഹസിക പറത്തലുകളെ കുറിച്ച് അറിയാനായിരിക്കും. അതുമല്ല. പിന്നെന്തോന്നാ വെച്ചാ അറിയാനുള്ളത്? അങ്കിള് വലിയ പൈലറ്റ് ആയിരുന്നു എന്നല്ലേ പറഞ്ഞേ? പിന്നെന്താ അങ്കിളുടെ മക്കളൊന്നും ആവാഞ്ഞേ? അല്ല, ഞാൻ എന്റെ മക്കളെ അവരെ ഇഷ്ടത്തിന് വളരാൻ അനുവദിച്ചു. ഇതുപോലൊരു സ്റ്റോറി ആന്റിയും പറഞ്ഞായിരുന്നു. ആണോ? എന്നാ ശരി, ചെല്ല്. ഞാൻ ചെന്നോളാം. ചായ കുടിക്കണേ? ഞാൻ കുടിച്ചോളാം. പാറ്റേനെ അടിക്കണ കൂട്ടത്തില് അതും കൂടെ വീഴ്ത്തരുത്. എന്തോ തപ്പുന്ന? ഞാൻ ഇതിന്റെ അകത്ത് ഒരു ടാബ്ലറ്റ് വെച്ചിരുന്നായിരുന്നു, കാണുന്നില്ല. എന്ത് ടാബ്ലറ്റ്? പശുവിന് വിശപ്പിന് കൊടുക്കാനുള്ളത്. ഒരു സ്ട്രിപ്പ് വാങ്ങിച്ചോണ്ട് വന്നായിരുന്നു. രാവിലെ എനിക്ക് പോകുമ്പോ കൊണ്ടുപോകാൻ വേണ്ടിട്ട് എടുത്തോണ്ട് വന്നാണ്. കാണണല്ലേ ഇപ്പൊ? ഇവിടെ തന്നെ ആണോ വെച്ചേ? പിന്നെ ഇതിന്റെ അകത്ത് വെച്ചിരുന്നത് പിന്നെ എവിടെ പോകാൻ വേണ്ടിട്ട് ഇവിടെ തന്നെ വെച്ചെന്ന് പറഞ്ഞിരുന്നാല് എന്നെ നോക്കുന്ന ഞാനൊന്നും കണ്ടില്ലേ? കണ്ടില്ലെന്ന് പറഞ്ഞിരുന്നാല് ഇവിടത്തെ നോക്കണം. ഇവിടെ പിന്നെ നിന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറയാൻ പറ്റുമോ? പിന്നെ നിങ്ങൾ ഇവിടെ ഏതെങ്കിലും മുക്കിലും മൂലയിൽ എന്തെങ്കിലും കൊണ്ട് ഒളിപ്പിച്ചു വെച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ? മുക്കിനും മൂലയിലും കൊണ്ടുവയ്ക്കണമെന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്തല്ല ഇവിടെ ഈ സൈഡിൽ കൊണ്ടുവച്ചിരുന്നത് കാണണ്ടേ? ഇത് ഇവിടെ അയ്യോ, അങ്ങനെ സൂക്ഷിക്കേണ്ട സാധനമാണെങ്കിൽ എന്നോട് കൃത്യമായിട്ട് പറയണം. എന്താ ഇവിടെ സാധനം വെക്കുന്നുണ്ടെന്ന് നോക്കണം. അയ്യോ, ഓരോ കാര്യങ്ങളും ഞാൻ വന്ന് നിന്നെ പറഞ്ഞുകൊണ്ടിരിക്കാം. ഇവിടെ കാണുന്നില്ല, അത് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, ഇത് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടെന്ന്. വെറുതെ വഴക്കിന് വരണ്ട. ഇവിടെ ആയിരിക്കില്ല, വേറെ എവിടെയെങ്കിലും ആയിരിക്കും വെച്ചത്. പിന്നെ വേറെ എവിടെ കൊണ്ടുവച്ചാൽ ഇവിടെ തന്നെ കൊണ്ടുവച്ചത്. ഞാൻ ഇന്നലെ ക്ലിനിക്കിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നതല്ലേ നീളമുള്ള മഞ്ഞ ഗുളിക. എന്നാ ഇനി ക്ലിനിക്കിലായി പോയി കാണോ? ക്ലിനിക്കിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ വാങ്ങിച്ചോണ്ട് വന്നെന്ന് പറഞ്ഞപ്പം അപ്പൊ പിന്നെ അങ്ങനെ ക്ലിനിക്കിൽ കാണും. കറക്റ്റ്. എന്നെ ക്ലിനിക്കിൽ നിന്ന് കൊണ്ടുവന്ന ബാഗിനകത്ത് കാണും. ബാഗ് എടുക്കാൻ മറന്നു. എവിടുന്ന്? ക്ലിനിക്കിൽ നിന്ന്. അപ്പൊ ഇന്നലെ ബാഗില്ലാതെയാണോ വന്നേ? അപ്പൊ ടിഫിൻ ബോക്സോ? ടിഫിൻ ബോക്സും മറന്നു. ഇതാണ് സ്വഭാവം. ഇങ്ങനെ ഓരോ സാധനം അവിടെ ഇവിടെ കൊണ്ടുപോയി വെച്ച് മറന്ന പോയാലായിരിക്കും. ഗുളികയും വെച്ച് മറന്നിട്ട് ഇവിടെ കിടന്ന് തപ്പിയാൽ മതിയല്ലോ. ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സാധനം പിന്നെ എവിടെ പോണതാണിത്? എനിക്കറിയോന്ന് ചോദിച്ചിരുന്നാല് നല്ല വിലയുള്ള ഗുളിയാണത്. ഇത് ആരാണ് ഇവിടുന്ന് എടുത്തോണ്ട് പോണത്? അതൊന്ന് പറഞ്ഞു തരൂ. പിള്ളേരുള്ള വീടാ, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അവിടെ ഇവിടെ കൊണ്ടുവെക്കരുത്. ഞാൻ പലവട്ടം നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാണാൻ വയ്യും, കണക്കായി പോയി. വേറെ മേടിച്ചു കൊടുക്കുക. ഇല്ല, ഞാൻ പിള്ളേരുള്ള വീടെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ക്ലിനിക്ക് കൊണ്ടുപോകുന്ന സാധനം ഞാൻ അവിടെ നിന്ന് വന്നപ്പോഴത്തെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്ന് കാണാനില്ലെന്ന് പറഞ്ഞിരുന്നാല് പിന്നെ ഞാൻ വേറെ എവിടെയും കൊണ്ടുവയ്ക്കൂ? പശുവിനുള്ളൊരു മരുന്നല്ലേ, അത് പോകുന്ന വഴിക്ക് വേറെ മേടിച്ചോണ്ട് പോയാൽ മതി. അങ്ങനെ ഞാൻ നിസ്സാരമായിട്ട് പറഞ്ഞിട്ട് പോവാ. നല്ല വിലയുള്ള ഗുളിയാണെന്ന് പറഞ്ഞപ്പോഴത്തേ വീണ്ടും 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 പറഞ്ഞോണ്ടിരിക്കണം. നോക്കണല്ലേ ഇത്? എന്നെ കൊണ്ടൊന്ന് വേ നോക്കാൻ. പശുവിന്റെ ഗുളിക മേടിച്ചു കൊടുക്ക്. പശുവിനെങ്കിലും വിശക്കട്ടെ. നിങ്ങൾക്ക് ഇനി വിശന്നിട്ട് കാര്യമല്ല. ടിഫിൻ ബോക്സ് ഇല്ലാത്തോണ്ട് ഇന്ന് ചോറില്ല. എനിക്ക് വേണ്ട ചോറ്. ഓക്കെ.
നീ ചന്ദ്രയാൻ പോകുന്ന പോലെ എങ്ങോട്ട് പോവുക? ഇങ്ങോട്ട് വാ. അമ്മ ഇത് ഉത്തമൻ ചേട്ടന് ഭക്ഷണം കൊണ്ടുപോയുള്ള ഇലയാ. ഓ പിന്നെ അതൊക്കെ അവര് നോക്കിക്കോളും. നീ ഇങ്ങോട്ടൊന്ന് ഇവിടെ ഇരുന്ന് കാര്യം പറയാം. ആശ ചേച്ചി ഇതുകൊണ്ട് വേഗം വരാൻ പറഞ്ഞതാ. ഓ അവളിപ്പോ 2 ദിവസം കൊണ്ടെങ്കിൽ ഇവിടുത്തെ ആളായി പോയി. ഇങ്ങോട്ട് വാവച്ച. എന്താ അമ്മേ? പറയട്ടെ. എന്താ? ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നോ? അതെന്തോ ആയി? എന്ത് കാര്യം? മക്കളെ ആ സുമേഷ് ചേർക്കനെ ലൈൻ അടിക്കുന്ന കാര്യം. എന്താ അമ്മേ? ഒരു അമ്മ മകളോട് പറയേണ്ട കാര്യമാണോ ഇത്? എന്റെ കൊച്ചേ, ഈ പ്ലാവിലെ വീട്ടുകാരെന്ന് പറഞ്ഞ ആരാ? ആരാ? വലിയ പേരും പെരുമയുള്ള കുടുംബക്കാരാണെന്ന്. നീ അവനെ കെട്ടിയ നിനക്കിവിടെ മഹാറാണിയെ പോലെ താമസിക്കാം. ചേടാ രക്ഷപ്പെടാൻ ഒരു വഴി പറഞ്ഞപ്പം പെണ്ണ് നോക്കി പഠിപ്പിക്കുന്നുണ്ട്. ഇത് കണ്ണിയെ കുത്തിപ്പൊട്ടിക്കും കേട്ടോ. എന്റെ അമ്മേ, എന്തായാലും നല്ല വഴിയാ. ആ ചെറുക്കനാണെങ്കിൽ വിവരമില്ല, വിദ്യാഭ്യാസവും ഇല്ല. പതുക്കെ പറയാൻ ബുദ്ധിയില്ല അവന്. ഇടി അതാ നമുക്ക് വേണ്ടിയേ. ഒരു കൊച്ചിനെ നോക്കാൻ വന്ന ഞാൻ ഇവിടെ ഇത്രയും കയറി ഭരിക്കുന്നെങ്കിൽ നീ ഇവിടെ കെട്ടി കയറി കഴിഞ്ഞാൽ നിന്റെ സ്ഥിതി എന്തുവാ? മഹാറാണി ഗോൾഡൻ ചാൻസാ ഞാൻ പറയുന്നേ. ഇത് ഏത് നോവലിലെ കഥ അമ്മേ? നോവലല്ല, TV സീരിയല്. ചോദ്യം ഒന്നും ചോദിക്കണ്ട, ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. എനിക്ക് എന്തായാലും ഇപ്പൊ കല്യാണം വേണ്ട. എനിക്ക് എന്തായാലും കല്യാണം വേണ്ട. നിനക്ക് വേണമെന്ന് പറയുമ്പോ വരുന്നു രാജകുമാരൻ. ആ വരുമ്പോ വന്നാ മതി. ഞാൻ എന്തായാലും എല്ലാം കൊണ്ടേ ആശേച്ചിക്ക് കൊടുക്കട്ടെ. ഇടി ഒന്ന് നിന്നേ. എന്താ അമ്മേ? നീ ആ സുമേഷ് വച്ചനെ കാണുമ്പം ഇടയ്ക്കൊക്കെ ഒന്ന് ചിരിച്ചേക്കണം. ഇങ്ങനെ. ഓ അവളെ കൊണ്ട് നടക്കുമെന്ന് തോന്നുന്നില്ല. എന്റെ ചിറ്റപ്പ ജൈന്റ് വീലൊക്കെയാണ് റൈഡ്. നമ്മളിങ്ങനെ കറങ്ങി മേളിച്ചില്ലേ, അപ്പൊ തന്നെ നമ്മൾ പേടിച്ചു. ഒരു തവണയിൽ അതിനകത്ത് കയറിയിരിക്കണം. ഞാൻ ജൈന്റ് വീലിലാണ് കയറിയിട്ടുള്ള. ഇയാൾ എന്നെ ഒരുപാട് അങ്ങ് ഇതാക്കല്ലേ കേട്ടോ. അല്ല കയറിയില്ലെന്ന് ആരും പറഞ്ഞില്ലല്ലേ. ആ പിന്നെ കുറെ റൈഡ് ഉണ്ടായിരുന്നു. നമുക്ക് പൂൾ ഉണ്ടായിരുന്നു, പൂള് കിടലുമായിരുന്നു. കുറെ നേരം നീന്തി കളിച്ചു. പിന്നെ സ്നേക്ക് റൈഡ് അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് ബിസി ആയിപ്പോ അല്ലേ, ഞാൻ വന്നേനായിരുന്നു. എന്തൊരു ബിസി. ഞാൻ ചിറ്റപ്പനെ എത്ര തവണ വിളിച്ചു. ചിറ്റപ്പനെ സുഖമായിട്ട് വരായിരുന്നു. എടാ അതുവരെ നിങ്ങൾ പിള്ളേരെല്ലാം ചില്ലടിക്കാൻ പോകില്ല. അപ്പൊ ഞാൻ അങ്ങനെ വരുന്ന വന്നാൽ അങ്ങനെ ശരിയാവും. അയ്യോ പിള്ളേര് മാത്രമല്ല, ചിറ്റപ്പനെ കാട്ടിൽ പ്രായമുള്ള കുറെ പേരുണ്ടായിരുന്നു. അതിന്റെ അടുത്ത പ്രാവശ്യം ആട്ട്. അടുത്ത പ്രാവശ്യം കാര്യം പറഞ്ഞപ്പോ അടുത്ത പ്രാവശ്യം നമ്മൾ ട്രക്കിങ്ങിന് പോകും. ട്രക്കിങ്. ട്രക്കിങ്ങിന്? നിന്റെ അച്ഛൻ ട്രക്കിങ്ങിന് പോയ ക്ഷീണത്തിലായിട്ട് മാറിയിട്ടില്ല. അല്ല അതെന്തായാലും ആവട്ടെ, നമ്മൾ അടുത്ത മാസം പോകും ട്രക്കിങ്ങിന്. ആ ചെന്ന് ചോദിച്ചു നോക്കുക, അച്ഛാ ട്രക്കിങ്ങിന് വിടുന്നു. ഇപ്പൊ വിടും. ആ ഒരിക്കലും വിടത്തില്ല. അല്ല ട്രക്കിംഗ് എന്ന് പറയാതിരുന്നാ പോരെ. ട്രക്കിങ്ങിന് പറയാതിരുന്നാ പോരെ. എടോ നീ ഭയങ്കര ബുദ്ധിയാന്നല്ലോ. ഞാൻ പറഞ്ഞു കൊടുക്കും. നീ ട്രക്കിങ്ങിന് പോകാനുള്ള പ്രായമായിട്ടില്ല ശമ്പു. അപ്പൊ നീ ട്രക്കിങ്ങിന് പോണ്ട. പറയലേ ഒന്നുമില്ല, ഞാൻ പറഞ്ഞു കൊടുക്കും. ഇതിപ്പോ എങ്ങനെങ്കിലും അല്ലേ ഇത് ഈ വീട്ടിൽ നിന്ന് വെളിയിൽ ഒരു ടൂറെങ്കിലും പോണം. നീ ടൂർ പോണ്ട, വീട്ടിന്റെ വെളിയിൽ ട്രക്കിങ്ങിന് പോണ്ട. ട്രക്കിങ്ങിന് പോകാനുള്ള പ്രായമായിട്ടില്ല. ഇപ്പൊ ട്രക്കിങ്ങിന് പോകാനുള്ള പ്രായമൊക്കെ അവിടെ വേറെ വലിയ ആൾക്കാരെ കാണാം. വലിയ ആൾക്കാരെ നീ കാണണ്ട. ഞാൻ വിടത്ത്, ഞാൻ പറഞ്ഞു കൊടുക്കും. പ്ലീസ് പറയല്ലേ. എന്ത് പ്ലീസ് ഇട്ടാലും കാര്യമില്ല, ഞാൻ പറഞ്ഞു കൊടുക്കും. പ്ലീസ് പറയും. പറയല്ലേ പ്ലീസ്. എന്താണ് എന്താണ് എന്താ നീ എന്താ പ്ലീസ് പ്ലീസ് പറഞ്ഞു? അല്ല ഒരു സിനിമയുടെ കാര്യം പറഞ്ഞിരുന്നു. ചിറ്റപ്പ പ്ലീസ്. ചിറ്റപ്പ പ്ലീസ്. ചിറ്റപ്പ പ്ലീസ്. ആ പുതിയ ഇറങ്ങിയ സിനിമയാ. ആരാ നായകൻ? ആസിഫ്. ആസിഫ് അല്ലേ? ഇവിടെ ഒന്ന് നിൽക്കണ എന്തിനാണ്? കഥ പറയാൻ വേണ്ടിട്ടാ? അല്ല നമ്മൾ ചുമ്മാ അവനെന്താ ഇവിടെ വന്നിരുന്നു? ഇവിടെ പറഞ്ഞില്ല ഇവിടെ വന്നിരിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ അതിന്റെ അടുത്ത്? പിന്നെന്ത്? അല്ല ഞങ്ങള് ചുമ്മാ കാര്യം പറയാൻ വേണ്ടി ഇവിടെ വന്നിരുന്നേ. ചേട്ടൻ വന്ന കാര്യം പറ. നീ എന്റെ റൂമിന്റെ അകത്ത് വെച്ചിരുന്ന ടാബ്ലറ്റ് എടുത്തായിരുന്നു? ഗുളിക? സ്വർണ്ണ ഗുളിയൊന്നും അല്ലല്ലോ. അതായത് സ്വർണ്ണ ബിസ്ക്കറ്റ്, സ്വർണ്ണ പാത്രം ഒന്നും കേട്ടിട്ടില്ലേ? അതുപോലെ ചോദിച്ചതാ. സ്വർണ്ണ ഗുളിയൊന്നും അല്ലല്ലോ. സ്വർണ്ണം വെളിയൊന്നും അല്ല. പശുക്കൾക്ക് വിശപ്പിനുള്ള ആപ്പിറ്റൈസർ ഗുളിക കണ്ടായിരുന്നോ നീ? പശുക്കൊക്കെയുള്ള ഗുളി ഞാൻ എന്തിനായിട്ടാ എടുക്കുന്ന? ആപ്പിറ്റൈസ് ഗുളിയൊക്കെ എനിക്കൊന്നും വേണ്ട. പശുക്കൊക്കെയുള്ള ഗുളിയൊന്നും നീ എടുത്താ? ഞാൻ എടുത്തില്ല. എവിടെ പോയത്? എനിക്കറിയത്തില്ല. ചേട്ടത്തിരുത്ത് വെച്ചു. കന്ത് ചേട്ടത്തിരുത്ത് ചോദിച്ചു. അവള് കണ്ടൊന്നുമില്ല. അപ്പൊ ചേട്ടത്ത് തുത്തുവാരി കളഞ്ഞാണ്. അവള് കണ്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞടാ. അപ്പൊ എവിടെയെങ്കിലും കാണും. ചേട്ടൻ പോയി നോക്ക്. അല്ല അച്ഛൻ എടുത്ത് എവിടെയെങ്കിലും വെച്ച് കാണും. പക്ഷെ മറന്നുപോയതായിരിക്കും. എന്റെ അമ്മയുടെ മോൻ തന്നെ. ചേട്ടാ ഞങ്ങൾ എടുത്തിട്ടില്ല. ചേട്ടൻ വേറെ എവിടെയെങ്കിലും പോയി നോക്ക്. ഞങ്ങൾ എടുത്തില്ല അച്ഛാ. ഇവിടെ ഇല്ല. ഇവിടെ ഇല്ല. ഞങ്ങൾ എടുത്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? ഇവന്റെ കൂടെ കൂടി നടന്നോ? അതെന്തോന്ന് വർത്താൻ ചേട്ടാ? ഇവന് ചുറ്റപ്പരല്ലേ ഞാൻ? അപ്പൊ എനിക്ക് ഇവൻ എന്റെ കൂടെ നടന്നൂടെ? ചുറ്റപ്പ പ്ലീസിന്റെ കഥ പറഞ്ഞു പറഞ്ഞാ പഠിക്കട്ട് കേട്ട്. ഞാനങ്ങനെ പറഞ്ഞാൽ നീ ഇപ്പൊ കിടന്നു. അത് തന്നെ ചിറ്റപ്പൻ പറയില്ല കേട്ടാ. നമുക്ക് ഒരുമിച്ച് പോവാം. വേണ്ട വേണ്ട, ഞാൻ വരുന്നില്ല ട്രക്കിങ്ങിന്. ഇല്ല ഞാൻ വരുന്നില്ല. ചിറ്റപ്പനുള്ള പൈസയും കൂടെ ഞാൻ തരാം. നിന്റെ ഇവിടുന്ന് പൈസ അമ്മ തരുമായിരിക്കും.
നോക്കട്ടെ. കണ്ണാ കണ്ണ എവിടെ വന്നിരിക്കുന്നേ? എന്തൊരു സങ്കടം പോലെ. എനിക്ക് വാവേനെ കളിപ്പിക്കണം അമ്മമ്മ. അതിനെന്നാ റൂമിൽ വാവയുണ്ടല്ലോ, പോയി കളിപ്പിച്ചോ. അതിന് ദബന്തി ആന്റി സമ്മതിക്കൂല. എന്താന്നറിയോ, കണ്ണൻ അന്ന് വാവയ്ക്ക് ഐസ്ക്രീം കൊടുത്ത് പനി പിടിപ്പിച്ചില്ലേ, അതുകൊണ്ടാ. എന്നും പറഞ്ഞ് അകത്തേക്ക് അത് ഇല്ലേണ്ട ആവശ്യമുണ്ടോ? അതില്ല, കണ്ണന്റെ വാവയല്ലേ അല്ലേ. ഈ ദമയന്തി ആന്റി എല്ലാവർക്കും വലിയൊരു ശല്യല്ലേ കണ്ണാ. ആ അമ്മമ്മ, എന്തെങ്കിലും ഒന്ന് ചെയ്. അമ്മമ്മ എന്തെങ്കിലും ചെയ്യാം. വാവനെ കളിപ്പിക്കണ കാര്യം ദമയന്തി ആന്റിയുടെ അടുത്ത് പറയോ? അച്ചോടാ, ഞാൻ പറയാം കേട്ടോ. പിന്നെ റൂമിൻ്റെ അകത്ത് കൊണ്ടാക്കി തരുമോ? കണ്ണൻ പൊയ്ക്കോ, എന്നിട്ട് ദമയന്തി ആന്റിയോട് പറഞ്ഞാൽ മതി അമ്മൂമ്മ പറഞ്ഞു വാവനെ കാണിക്കാന്ന്. ദമയന്തി ആന്റി കാണിക്കും. അമ്മമ്മ പറഞ്ഞിട്ടാണെന്ന് ഞാൻ പറയുവേ. ധൈര്യമായിട്ട് പറഞ്ഞോ കണ്ണാ. എന്നിട്ട് കാണിച്ചില്ലേ അമ്മൂമ്മയുടെ അടുത്ത് ഒന്ന് പറഞ്ഞു. താങ്ക് യു അമ്മമ്മ. പക്ഷെ മീൻ വറക്കാൻ ഫ്രിഡ്ജിനകത്തുണ്ടേ. ഇത്തിരി ചൂടമ്മച്ചി. ഒരു ഗ്ലാസ് വെള്ളം എടുത്തേ. ഇതേ ഇരിക്കുന്നു. ഏതായാലും ചൂട് കൂടിയോണ്ട് ഒരു നല്ല കാര്യം ഉണ്ടായി ആശേ. എന്റെ പുത്രന്റെ ഊരുതണ്ടലൊന്ന് ഇച്ചിരി കുറഞ്ഞു. ഇപ്പൊ എവിടെ പോയതാണോ? ഇപ്പൊ എവിടെ പോയതാ? ഞാനങ്ങ് പോയൊന്നുമില്ല. ബൈക്ക് എടുത്ത് പുറത്ത് പോയാലേ ചാള പൊരിയുന്നല്ലേ പൊരിഞ്ഞു കിട്ടും. കറക്റ്റ്. ആ എടാ സുമേ, ഞാനേ നിന്നോടൊരു കാര്യം പറയാനിരിക്കായിരുന്നു. എന്തമ്മ? എനിക്കൊരു ഹെൽപ്പ് വേണം. പറഞ്ഞോ. എടാ ദമയന്തി ഇവിടുന്ന് എങ്ങനെയെങ്കിലും നീ ഒന്ന് ഓടിച്ചു തരണം. ദേവേന്ദി ചേച്ചിയെ ഞാൻ ആ എന്നിട്ട് വേണം അളിയനും പൈങ്കൂടെ എന്നെ പഞ്ഞിക്കിടാൻ. എടാ അവരൊന്നും ചെയ്യത്തില്ല, ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം അവരോട്. എന്നെ കൊണ്ടൊന്നും പറ്റത്തൊന്നുമില്ല. ആ എന്താടാ അങ്ങനെ? നീ എന്തൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്, അപ്പൊ ഇതും കൂടെ ഒന്ന് ചെയ്യാൻ മേലേ? പക്ഷെ എനിക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് അതിന് തക്കതായ പ്രതിഫലം വേണം. ചര കത്തുമ്പോ തന്നെ വാഴ വെട്ടണോടാ. വെട്ടണം. ജോലി ചെയ്താൽ കൂലി വേണം ചേട്ടത്തി. നിനക്ക് ഞാൻ കൂലിയൊക്കെ തരാം, പക്ഷെ 1000 രൂപ കൂടുതൽ നീ ചോദിക്കരുത്. 1000 രൂപയൊന്നും എനിക്ക് വേണ്ട. പിന്നെ എന്താ നിനക്ക് വേണ്ടേ? എനിക്ക് പൈങ്കുടെ പിണക്കൊന്ന് മാറ്റണം. ആ ബെസ്റ്റ്. ഇതും പറഞ്ഞ് അങ്ങോട്ട് ചെന്നാ മതി. ചില്ലറ ദ്രോഹമൊന്നുമല്ല നീ നിന്റെ ചേട്ടനും കൂടെ അവളോടും അവളുടെ കെട്ടിയനോടും ചെയ്തേ. എന്റെ പൊന്നെടുത്ത് ഞാനല്ല, ചേട്ടനാണ്. ഞാനല്ല, ഞാൻ ഉത്തരവാദിത്തമില്ല എനിക്ക്. എനിക്കറിയാം ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന്. ഏതായാലും അതൊക്കെ വിട്. ഇതിന് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നീ പറ. ഇതിനിപ്പം അമ്മ ഒന്ന് ഭയങ്കര സംസാരിച്ച് പ്രശ്നം സോൾവ് ചെയ്താ ഞാൻ ഇതിനെല്ലാം പരിഹാരം കണ്ടെത്താം. എടാ ഞാൻ പറഞ്ഞ പൈങ്കിള് കേൾക്കുകയില്ല. അമ്മച്ചി പറഞ്ഞ പൈങ്കിള് കേക്കും. ഞാൻ പറഞ്ഞ അവള് കേൾക്കത്തില്ല, പക്ഷെ വേറൊരാൾ പറഞ്ഞാൽ കേൾക്കും. ആര്? ആശ. ഞാനോ? ഞാൻ പോയി പറയൊന്നുമില്ല. ആശ നീ പറഞ്ഞ അവള് കേക്കുന്നേ, അങ്ങ് ചെന്ന് പറ. പിന്നെ ചക്കരയല്ലേ പറയട്ടെ. ചേട്ടത്തി പറഞ്ഞ അവള് കേക്കും. എനിക്ക് വേണ്ടിയല്ലേ? കറി ഞാൻ നോക്കിക്കോളാം, അതിനെപ്പറ്റി നീ പറയണ്ടേ. ഓ ഞാൻ അവരെ പെട്ടിയും കിടക്കെ എടുത്ത് അവരെ പാക്ക് ചെയ്ത് വിട്ടോളാം. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ദമയന്തി ആന്റിയെ പറഞ്ഞു വിടണമെന്ന് എനിക്ക് വല്ല അഭിപ്രായമില്ല. ആശേ ചെല്ല്. ചെല്ല്. സുമേ, നീ എന്തെങ്കിലും ഒരു കിടുക്കാച്ചി പ്ലാനുമായിട്ട് വരണം. കിടുക്കാച്ചി പ്ലാൻ? എന്നിട്ട് നീ പ്ലാൻ ചെയ്യുന്ന ആദ്യം തൊട്ട് അവസാനം വരെ നീ എന്നോട് പറയണം. എന്തിനാ പറയുന്നേ? പിന്നെ പറയണ്ടേ, നീ വല്ല അബദ്ധവും കാണിച്ചാലോ? അബദ്ധോ? അങ്ങനെ പറയാനൊന്നും പറ്റത്തൊന്നുമില്ല പ്ലാനൊന്നും. പ്ലാൻ വിൽ ബി എക്സിക്യൂട്ട് മീ ആൻഡ് ഞാൻ തന്നെ. ശരി, പക്ഷെ എന്നാലും നീ എന്നോടൊന്ന് പറഞ്ഞേച്ച് അങ്ങോട്ട് ചെയ്താൽ മതി. തന്നെ ബുദ്ധി ഉപയോഗിക്കണ്ട കേട്ടല്ലോ. അന്നേരം നോക്കാം. അവരെ ഉരുട്ടിയിടൊന്നും ചെയ്തേക്കരുത്. അതെന്തോന്ന് വർത്താനോ? ഞാൻ എന്തിനാ അമ്മച്ചി അവരെ ഉരുട്ടിയിടുന്നത്? അല്ല, നിന്റെ പ്ലാനിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ടെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. അല്ല നീ ആലോചിച്ചോ, ചെല്ല്. ഞാൻ ആലോചിച്ചോളാം. ഇന്നലെ ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ആ പെണ്ണ് കരച്ചിലായിരുന്നു. കുറച്ചു നേരം ഉറങ്ങിയിട്ടിരുന്നു. ഒരു കാര്യം പറയട്ടെ, എന്നിട്ട് നീ ഉറങ്ങിക്കോ. എന്താ നീ സുമേഷോട്ട് വഴക്കാണോ? ഇത് പറയാൻ വേണ്ടിട്ടാണോ എന്റെ ഈ ഉറക്കത്തിൽ നിന്ന് എഴുന്നേപ്പിച്ചത്? വഴക്കാണ്. അങ്ങനെ വഴക്കുണ്ടാക്കിയിരിക്കില്ലേ? എന്റെ പൊന്ന് നാത്തൂന് അറിയാവുന്നതല്ലേ ശിവേട്ടനോട് അവർ രണ്ടുപേരും കൂടെ ചെയ്ത കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിപ്പോ വന്ന് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അല്ല, അതും പറഞ്ഞിട്ട് ഇപ്പൊ അവരോട് മിണ്ടായിരുന്നിട്ട് കാര്യമൊന്നുമില്ലോ. ഇതിപ്പോ മിണ്ടിക്കൊണ്ടും കാര്യമൊന്നും ഇല്ലല്ലോ. മനഃപൂർവ്വം അല്ലേ അവരിത് ചെയ്തത് മൊത്തം. എടി, നിനക്ക് തോന്നുന്നുണ്ടോ സുമേഷ് നിനക്കൊരു ഉപദ്രവം വരുന്ന കാര്യം മനഃപൂർവ്വം ചെയ്യുമെന്ന്? ഈ ഡയലോഗ് ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. ആ മനസ്സിലായി, സുമ പറഞ്ഞു വിട്ടതാ അല്ലേ? ഈ ഡയലോഗ് ഞാൻ കേട്ടിട്ടുണ്ട് അവൻ എന്നോട് പറയുന്നത്. ഓ എടി, ഇതൊന്നും അല്ല. അവൻ എന്നോട് ചോദിച്ചു നിന്നോടൊന്ന് പറഞ്ഞു ഒന്ന് കോംപ്രമൈസ് ആക്കി തരാമോന്ന്. അപ്പൊ ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞു. നാത്തു ശ്രമിച്ചില്ലേ?
നടക്കത്തില്ല നാത്തു. എനിക്ക് അവരെ കാണുമ്പോഴേ എൻ്റെ ശിവേട്ടൻ്റെ മുഖം ഓർമ്മ വരുന്നത്. അവർ രണ്ടുപേരും ചെയ്തത് ശരിയാണോ? അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെ അവരോട് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് മിണ്ടാത്തത്. എടി നീ മിണ്ടാതെ നടക്കുന്നതിൽ അവന് ഭയങ്കര വിഷമമുണ്ട്. ആണോ? അതറിഞ്ഞതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. എടി മനഃപൂർവ്വം അല്ലല്ലോ. അല്ല നാത്തു ആണെങ്കിൽ ചെയ്യുവോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്തൊക്കെ പറഞ്ഞാലും സുമേഷ് മനഃപൂർവ്വം നിനക്കൊരു ഉപദ്രവം വരുന്ന കാര്യം ചെയ്യല. അതറിഞ്ഞതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. എടി നീ ഇത് കേക്ക്. ഉത്തോണിന്റെ കാര്യത്തിൽ ഞാൻ ന്യായീകരിക്കാൻ വന്നോ? ഉത്തോണിന്റെ പ്രായവും പക്വതയും വെച്ചിട്ട് ഉത്തോണം കാണിക്കേണ്ട ഒരു മര്യാദ പുള്ളി കാണിച്ചില്ല. കറക്റ്റ്. ആ പക്ഷേ ഇതുപോലെയാണോ വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത സുമേഷ്? നാത്തു പൊന്ന് സുമേനെ അറിയാവുന്നതല്ലേ. ഇവനെല്ലാം ഉടായ്പ ഒപ്പിച്ച് വെച്ചിട്ട് ലാസ്റ്റ് വേറെ ആരുടെങ്കിലും തലയിലിട്ട് മുങ്ങും. അങ്ങനെ തന്നെയല്ലേ? എടി ഇത് അങ്ങനെയൊന്നും അല്ലടി. ഇതവൻ പേടിച്ചിട്ട് വല്ല ഒളിച്ചു വെച്ചായിരിക്കും. ഇപ്പൊ എന്തോ വേണം? നീ അവനോടൊന്ന് സംസാരിക്കും. ഞാൻ സംസാരിക്കാം നാത്തു പറഞ്ഞതുകൊണ്ട്. ആ അത് മതി. എന്നാ വാ. ഞാൻ ഉറങ്ങിക്കോട്ടെ. നാത്തു 3 പിള്ളേരുടെ അമ്മയാണ്. നാത്തു നീ വിഷമം അറിയാം. ഉറങ്ങി. പക്ഷെ ഉറങ്ങിയിട്ട് എണീറ്റിട്ട് അവനോട് പോയി സംസാരിക്കണം. ഡീൽ. ടാബ്ലറ്റ് ഉണ്ടായിരുന്നു. ടാബ്ലറ്റോ? ഓ റൂമിന്റെ അകത്ത് വെച്ചിരുന്നു. ഞാൻ കണ്ടില്ലല്ലോ. എന്ത് ടാബ്ലറ്റ് ആയിരുന്നു? ടാബ്ലറ്റ് അതിന്റെ അകത്ത് റൂമിന്റെ അകത്ത് വെച്ചിരുന്നു. അമ്മ അടിച്ചു വരാൻ കയറിയപ്പോഴത്തേക്കും കണ്ടായിരുന്നു. ചേടാ ഇത് കൊള്ളാമല്ലോ. ഇപ്പൊ എന്ത് കാണാതെ പോലെ നീ എന്നോടാണല്ലോ വന്ന് ചോദിക്കുന്നത്. ഞാൻ അടിച്ചു വരാൻ കയറിയപ്പോ ടാബ്ലറ്റ് ഒന്നും അവിടെ കണ്ടില്ല. കണ്ടില്ലായിരുന്ന? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കണം. എടാ ഇല്ലടാ, ഞാൻ ശ്രദ്ധിച്ചു തന്നെ അടിച്ചു വാരിയേ. അവിടെ ഒന്നും ഇല്ലായിരുന്നു. എല്ലാം കൂടെ വാരി എവിടെ കൊണ്ട് കളഞ്ഞേ? അതാ തെങ്ങിന്റെ ചോട്ടിലോട്ട് കൊണ്ടിട്ടിട്ടുണ്ട്. അവിടെ കൊണ്ടിട്ടാ? ആ അയ്യോ. പിന്നെ അത് ഞാൻ ഇവിടെ കൊണ്ടിടണം. നീ പോയി നോക്കിയോണെങ്കിൽ. അമ്മ ഓ അമ്മ എനിക്കൊരു ജ്യൂസ് തരുമോ? അമ്മായി നിനക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരാളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടല്ലോ. അവരെടുത്ത് പോയി പറ, ഒരു ജ്യൂസ് ഉണ്ടായി തരും. എനിക്ക് ജ്യൂസ് വാങ്ങിക്കാൻ ആളുണ്ടായിരുന്നു അമ്മേ. ചിലരൊക്കെ ട്രാൻസ്ഫർ ആക്കി വിട്ടത് കൊണ്ട് എനിക്കിപ്പോ ജ്യൂസ് വാങ്ങിച്ചു തരാൻ ആളില്ല. എന്റെ പൊന്നു പിങ്കി, എന്തിനാടി നീ ഇവനോട് വഴക്കുണ്ടാക്കുന്നേ? ഞാൻ വഴക്കുണ്ടാക്കാനൊന്നും പോകുന്നില്ല. അമ്മ എനിക്കൊരു ജ്യൂസ് തന്നാ മതി. എനിക്ക് ആദ്യം ഈ പണി തീർക്കണം. ആ ദമയന്തിക്ക് ഭക്ഷണം കൊടുക്കാനുള്ളതാ. ദമയന്തി ആന്റി ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോയാ? അതെ, പുള്ളിക്കാരിയുടെ വയറിന് എന്തോ പ്രശ്നം പോലും. അതുകൊണ്ട് മോള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വയറിന് പ്രശ്നമോ? അതിനവര് രാവിലെ തൊട്ട് വാ ഒഴിയാതെ കഴിച്ചോണ്ടിരിക്കുകയാണല്ലോ. രാവിലെ എഴുന്നേറ്റപ്പോൾ എന്നോട് ചായ വേണമെന്ന് പറഞ്ഞു. ഞാനത് കൊണ്ട് കൊടുത്തു. പിന്നെ കപ്പ വറുത്തത്, ദോശ, ജ്യൂസ് എന്തൊക്കെയായിരുന്നെന്ന് അറിയോ? അത് തന്നെയാണ് പ്രശ്നം. ഇവിടുന്ന് ഇത്രയും ഫുഡ് കഴിച്ചില്ലേ, അത് കഴിഞ്ഞിട്ട് ആ പെങ്കൊച്ച് നോക്കിയപ്പോഴത്തേക്കും അവര് വീണ്ടും ഇരുന്നിട്ട് ഓർഡർ ചെയ്യുന്നു 2 ചിക്കൻ ബിരിയാണി. ഇതിങ്ങനെ കഴിച്ചോണ്ടേ ഇരിക്കണം, വിശപ്പ് നിൽക്കുന്നില്ല എന്നാ പറയുന്നത്. ആ സിന്ധു ആണ് എനിക്ക് കുറച്ച് മൂവാണ്ടം മാങ്ങ തന്നത്. അത് ഞാൻ കൊണ്ട് ഫ്രിഡ്ജ് വെച്ചു. ഇപ്പൊ അതും കാണുന്നില്ല. അതും അവര് കഴിച്ചു കാണും. അയ്യോ, ഇനി അവരെങ്ങനെ ടാബ്ലറ്റ് എങ്ങനെ എടുത്ത് കഴിച്ചാ? അതെന്തിനു വേണ്ടിയുള്ള ടാബ്ലറ്റ് ആയിരുന്നു? അത് പശുവിന് വിശപ്പ് കൂടാനുള്ള മരുന്നമ്മ. ഡോസ് കൂടിയതാണത്. എന്നിട്ട് അവരെ ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്? എനിക്കറിയത്തില്ല, വിളിച്ചു ചോദിക്കണം. അമ്മ എനിക്കൊരു ജ്യൂസ്. അച്ചടാ ഇനി വന്ന് ചക്കര ഞാൻ എടുക്കട്ടെടി. അയ്യോ, ഞാൻ ഈ കരച്ചിലൊന്ന് മാറ്റിയിട്ട് കൊണ്ടുവരാവേ. ഫ്രിഡ്ജിനകത്ത് ഓറഞ്ച് ഉണ്ട്, നീ അടിച്ചു കുടിച്ചോ. അത് കഴിയുമ്പോഴത്തേ ക്യാബേജും കൂടെ അരിഞ്ഞു വെച്ചേക്കണേ. ഓ കരയല്ലേ, സാരമില്ല, നീ ജ്യൂസ് കുടിച്ചിട്ട് വന്നാ മതി. ഇതെന്താണോ എന്തോ. എന്തിനാടേ ആശുപത്രി പോയിട്ട് ഡോക്ടർ എന്താ പറഞ്ഞു? അവരെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. ഇവരെ കൊണ്ട് വലിയ ശല്യമായില്ലാടേ. അല്ല, ഇവർക്ക് ഈ വിശപ്പ് വരാൻ പെട്ടെന്ന് എന്താ കാര്യം? അച്ഛൻ അറിഞ്ഞിട്ടല്ലേ? ചേട്ടൻ പശുവിന് കൊടുക്കാൻ വെച്ചിരുന്ന ഗുളിയുണ്ടല്ലോ, അത് ഇവരെടുത്ത് വെച്ചാൽ കഴിച്ച്. ഇവരെന്തിന്റെ അതൊക്കെ എടുത്തത്? അവര് വിചാരിച്ച് ജലദോഷത്തിന്റെ ഗുളിയാന്ന്. അതെടുത്ത് വായിലിട്ട് അലിച്ചങ്ങ് തിന്നു. അങ്ങനെയാണ് വിശപ്പ് വന്നതല്ലേ? ചുമ്മാ അല്ല, രാവിലെ അങ്ങോട്ട് ഇങ്ങനെ തിന്നോണ്ട് കിടക്കായിരുന്നു. അല്ല, ഇവർക്ക് ഈ ഗുളി എവിടെ നിന്ന് കിട്ടിയടേ? അച്ഛാ അവിടെ മൊത്തം അരിച്ചു പറക്കലല്ലേ അവരുടെ പരിപാടി. അങ്ങനെ എടുത്ത് കിട്ടി തിന്നു കാണും. അത് ശരിയാ. കൊച്ചിന്റെ കാര്യം പോയിട്ട് ബാക്കി എല്ലായിടും അവരും നോക്കുന്നുണ്ട്. ഭക്ഷണത്തിന് എവിടെ നിന്ന് കിട്ടിയോ ഇങ്ങനത്തെ ഓരോ വള്ളിക്കെട്ട് കേസൊക്കെ. എന്തായാലും ആശുപത്രിയിലായ സ്ഥിതിക്ക് അവർ അതുവഴി വീട്ടിൽ പൊയ്ക്കോളും. ശരി അച്ഛാ, പിന്നെ ആശുപത്രി വരെ ഒന്ന് പോണ്ടി വരും. എന്തിന്? ബില്ല് കൊടുക്കണം. ഉത്തമൻ അവിടെ ഉണ്ടല്ലോ. ഉത്തമനൊക്കെ പോയി. ഉത്തമൻ പശുവിന് കഴിക്കാൻ വെച്ചിരുന്ന ഗുളി അവരെടുത്ത് കഴിച്ചില്ലേ? ആ ദേഷ്യത്തിന് പല്ലും കടിച്ച് 4 റൗണ്ട് നടന്ന് അതിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി പോയി. മക്കളെ, അമ്മയുടെ എന്റെ പൈസ എത്തില്ലടാ. എന്റെയിലും പൈസ ഇല്ല അച്ഛാ. അല്ല, എന്നിപ്പോ എന്ത് ചെയ്യാം? അതിനിപ്പോ എന്താ അച്ഛാ, ഹോസ്പിറ്റലിലോട്ട് ചെല്ല്. ഹോസ്പിറ്റലിൽ ചെല്ല്. ഇവരെ കൊണ്ട് വലിയ ശല്യമല്ലേ? ഓരോ ദിവസം ഓരോ പൊല്ലാ പോയിട്ട് വന്നോളൂ. അച്ഛാ ഹോസ്പിറ്റലിൽ ചെല്ല്, അല്ലെങ്കിൽ അമ്മയും മോളോട് ഇങ്ങോട്ട് കയറി വരും. ആണോ? ഉറപ്പ്. എന്നാ ഞാൻ പോട്ടല്ലോ. പൊക്കോ. ഹോസ്പിറ്റലിൽ തന്നെ പോണേ.
എവിടെ പോയി? വിശക്കുന്നല്ലോ. ചോറില്ലേ? ഇവിടെ എല്ലാവർക്കും വിശപ്പായോ? എന്റെ പൊന്നുമോൻ എത്തിയല്ലേ? എത്തി. വിശക്കുന്ന വല്ല എന്താ കഴിക്കാൻ? ചോറ് മാത്രം മതിയോ വേറെ എന്തെങ്കിലും വേണോ? ചോറ് കറിയ എന്തെങ്കിലും ഉണ്ടേത്താ. എന്റെ വേറൊരു സാധനം ഉണ്ട് തെറ്റേ. എന്തിനാ അടിച്ചെന്തിനാ? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ദമയന്തി ഓടിക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടാക്കുന്നതിന് മുമ്പ് എന്നോട് പറയണമെന്ന്. ഞാൻ എന്തോ ദമയന്തി ഓടിച്ച്? ഞാൻ ഓടിച്ചിട്ടൊന്നുമില്ല. പിന്നെ അവരെങ്ങനെയാണ് ഹോസ്പിറ്റലിൽ കയറിയത്? അമ്മ അത് ആ ഗുളിക എടുത്ത് കഴിച്ചിട്ട്. ആ അതെങ്ങനെയാ അവരാ ഗുളിക എടുത്ത് കഴിച്ചതെന്ന് ഞാൻ ചോദിക്കുന്നത്. അമ്മ അവര് ജലദോഷത്തിന്റെ ഗുളികയെന്ന് പറഞ്ഞ് എടുത്ത് കഴിച്ച്. അവരെങ്ങനെ എടുത്ത് കഴിച്ചതാ ഗുളിക? നീ എടുത്ത് കൊടുത്തല്ലേ? ഞാൻ എടുത്ത് കൊടുത്തിട്ടൊന്നുമില്ല. ഞാൻ എടുത്ത് കൊടുത്തിട്ടില്ല. ഹോസ്പിറ്റലിൽ വലിയ ആരും കൊടുക്കണോ? ആരെങ്കിലും കൊടുത്തു? നിക്കണ അവിടെ. ഞാൻ എടുത്ത് കൊടുത്തില്ല. ഞാൻ അവരൊന്നും ചെയ്തില്ലല്ലോ.